ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് കേരമീൻ അഥവാ കേതൽ മീൻ എന്നൊക്കെ പറയും. ഞങ്ങളിവിടെ കേതൽ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ മീൻകറി നമുക്ക് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. വീഡിയോ എല്ലാവരും കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീൻ ഞാനിവിടെ കഴുകിയിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. മൺചട്ടിയിലാണ് മീൻകറി റെഡിയാക്കി എടുക്കുന്നത്. മൺചട്ടിയിൽ തന്നെ വെക്കാൻ നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട്. അത് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. കൂടെ പച്ചമുളകും കൂടി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1.5 തക്കാളി ചെറുതായി അരിഞ്ഞും കൂടി ഇട്ട് കൊടുക്കുക. ഒരു തക്കാളീൻ്റെ പകുതിയും പിന്നെ വേറൊരു തക്കാളിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. തക്കാളി ഒന്ന് വഴന്ന് വരാനായിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. എന്നിട്ട് മൂടി ജസ്റ്റ് തുറന്നതിന് ശേഷം മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇതൊന്ന് കുഴച്ച് മിക്സ് ആക്കാം. നമുക്ക് ഒരുപാട് അങ്ങോട്ട് ഇളക്കി അതുകൊണ്ട് ഉടച്ചെടുക്കണ്ട, പതുക്കെ ഒന്ന് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ആ മസാലയൊക്കെ അതിൽ പിടിക്കുന്ന രീതിയിൽ എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. ഇനി നമുക്കിത് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് മീൻകറിക്ക് ഇങ്ങനെ ചേർത്താൽ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയിട്ട് ചട്ടി ഒന്ന് കൈകൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഉടച്ച് ഇളക്കി കൊടുക്കുമ്പോൾ അത് മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. ഇതുപോലെ ഒന്ന് കൈകൊണ്ടൊന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ മീൻകറി ഇവിടെ പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല നല്ല സിമ്പിൾ റെസിപ്പിയുമായിട്ട് കാണുന്നവരേക്കും താങ്ക് യു. ബൈ ഫ്രം ഷാനൂസ് കിച്ചൻ വ്ളോഗ്.